ഈ വീഡിയോ കാണുന്ന കുംഭം രാശിക്കാരെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് യാദൃശ്ചികമല്ല. ഇത് ഒരു യോഗമാണ്, ഒരു ദൈവനിശ്ചയമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇന്ന് നിങ്ങളെ ഈ വാക്കുകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. കാരണം അടുത്ത 15 നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിവ് ഉണ്ടാക്കാൻ പോകുന്നു. ഇത് ഞാൻ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. ഇത് ഞാൻ സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, ഹൃദയം നിറഞ്ഞു പറയുന്നതാണ്. കുംഭം രാശിക്കാർക്ക് ഇനി വരുന്ന ദിവസങ്ങൾ ശരിക്കും വ്യത്യസ്തമായിരിക്കും. ജീവിതം ഒരു പുതിയ അധ്യായം തുറക്കാൻ പോകുന്നു. ആ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒന്ന് നിശബ്ദമായി ഇരിക്കൂ, ഒന്ന് ഉള്ളിലേക്ക് കേൾക്കൂ. കാരണം ഈ നിമിഷം നിങ്ങൾക്കായി തയ്യാറാക്കപ്പെട്ടതാണ്. കുംഭം രാശി, ഈ രാശി തന്നെ ഒരു അദ്ഭുതമാണ്. ഇവർ സാധാരണക്കാരല്ല. ഇവരുടെ ചിന്ത വ്യത്യസ്തമാണ്. ഇവരുടെ കാഴ്ചപ്പാട് അനന്യമാണ്. ലോകം ഒരു ദിശയിൽ നടക്കുമ്പോൾ കുംഭം രാശിക്കാർ മറ്റൊരു ദിശ തേടും. അവർ ആൾക്കൂട്ടത്തിൽ ഒഴുകുന്നവരല്ല, അവർ ആൾക്കൂട്ടത്തെ നയിക്കുന്നവരാണ്. ഇന്ന് ആ ഊർജം, ആ ആന്തരിക ശക്തി ഗ്രഹങ്ങളുടെ ചലനത്തോടൊപ്പം ഒരു പ്രത്യേക ഉത്സാഹം ആർജിക്കാൻ പോകുന്നു. ഈ ഊർജം 150 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഇറങ്ങി വരികയാണ്. ഇത് ഒരു അപൂർവ നിമിഷമാണ്. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഇത് നിങ്ങളുടേതാണ്. ആകാശത്ത് ഇപ്പോൾ ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ചലനത്തിലാണ്. ഗുരു ഭഗവാൻ, ദേവഗുരു ബൃഹസ്പതി ഇപ്പോൾ ഒരു ശക്തമായ സ്ഥാനത്ത് നിലകൊള്ളുന്നു. ഈ ഗുരുപെയർച്ചി കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ ആശീർവാദം കൊണ്ടുവരുന്നു. ഗുരു ഭഗവാൻ ഒരിക്കൽ അനുഗ്രഹിച്ചാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. അദ്ദേഹം ജ്ഞാനത്തിന്റെ ദേവൻ ആണ്, ഭാഗ്യത്തിന്റെ കാവൽക്കാരൻ ആണ്. അദ്ദേഹം ഇന്ന് കുംഭം രാശിക്കാരുടെ ദിശ നോക്കി ഒരു ചിരിയോടെ, ഒരു അനുഗ്രഹ ദൃഷ്ടിയോടെ നോക്കുന്നുണ്ട്. ആ നോട്ടം, ആ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കോണിലും മാറ്റം കൊണ്ടുവരും. ശനി ഭഗവാൻ, ഈ ഗ്രഹം കേൾക്കുമ്പോൾ പലർക്കും ഭയം തോന്നും. പക്ഷേ ഞാൻ ഒരു സത്യം പറഞ്ഞോട്ടെ, ശനി ശത്രുവല്ല. ശനി ഒരു ഗുരുവാണ്. ശനി ഒരു പരീക്ഷകനാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരെ, ക്ഷമ കൈക്കൊള്ളുന്നവരെ ആ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ഇന്ന് ശനി ഭഗവാൻ കുംഭം രാശിക്കാർക്ക് ഒരു സന്ദേശം അയക്കുന്നു. നിങ്ങൾ ഇത്രനാൾ കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ ഇത്രനാൾ കണ്ണീർ ഒഴുക്കിയത് ഞാൻ അറിഞ്ഞിരുന്നു. ഇനി ആ കഷ്ടപ്പാടിന്റെ ഫലം കൊയ്യേണ്ട സമയം ആയി. ഈ വാക്കുകൾ ഹൃദയത്തിൽ ഒന്നു തൊടുന്നില്ലേ? ശനി ഭഗവാൻ ഇന്ന് ഒരു ക്ഷേമദൃഷ്ടിയോടെ, ഒരു കരുണ നോട്ടത്തോടെ കുംഭം രാശിക്കാരെ നോക്കുന്നുണ്ട്. രാഹുവും കേതുവും, ഈ ഛായാഗ്രഹങ്ങൾ, ഇവ ഇന്ന് ഒരു പ്രത്യേക ദിശയിൽ ചലിക്കുന്നു. രാഹു ഒരു ദ്രുതഗതിക്കാരനാണ്. അദ്ദേഹം പെട്ടെന്ന് മാറ്റമുണ്ടാക്കും. അദ്ദേഹം ആകസ്മികമായ അദ്ഭുതങ്ങൾ കൊണ്ടുവരും. ഇന്ന് രാഹു കുംഭം രാശിക്കാർക്ക് ഒരു പ്രത്യേക അനുഗ്രഹം നൽകും. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ദിശകളിൽ നിന്ന് ഭാഗ്യം ഓടിവരും. കേതു ആകട്ടെ ഒരു ആത്മീയ ഊർജം നൽകുന്നു. ഉള്ളിൽ ഒരു ജ്ഞാനം ഉണർത്തുന്നു, ഒരു ദൈവബോധം തൊടുവിക്കുന്നു. ഇന്ന് ഈ ഗ്രഹസഞ്ചാരം, ഈ ഗ്രഹദശ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു നവോദയം ഉണ്ടാക്കും. ഇനി ഞാൻ ഒരു കാര്യം ഉറക്കെ പറയട്ടെ, കുംഭം രാശിക്കാരെ, നിങ്ങൾ ഒരുപക്ഷേ ഇപ്പോൾ ഒരു കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ജോലിയിൽ ആകെ ഒരു ഭാരം, ബന്ധങ്ങളിൽ ആകെ ഒരു ക്ഷീണം, മനസ്സ് ആകെ ഒരു അസ്വസ്ഥത. ഈ ഒരു ചോദ്യം ഉള്ളിൽ ഉണ്ട്. ഇനി എന്ന് ശരിയാകും? ഈ ചോദ്യത്തിന് ഇന്ന് ഞാൻ ഉത്തരം തരാൻ വന്നിരിക്കുകയാണ്. ഇന്ന്, ഇപ്പോൾ. ആ ഉത്തരം ഒരു വലിയ ആശ്വാസം ആയിരിക്കും. ആ ഉത്തരം ഒരു വലിയ ഊർജം ആയിരിക്കും. ഒരു തിരി കത്തുന്നതുപോലെ, ഇരുട്ടിൽ ഒരു വഴി കാണുന്നതുപോലെ. ഈ അടുത്ത 15 നാളുകൾ നിങ്ങൾക്ക് ആ അനുഭവം തരും. ജോലി, കരിയർ, ഈ മേഖലയിൽ ഇതുവരെ നിങ്ങൾ ഒരു നിശബ്ദ പ്രതിഭ ആയിരുന്നു. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പ്രയത്നം, ഇവ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇനി ആ കാലം മാറുകയാണ്. ഇനി ഒരു നൂതന ഊർജം കുംഭം രാശിക്കാരുടെ ജോലി ലോകത്തിൽ ഇറങ്ങി വരുന്നു. ഗുരു ഭഗവാന്റെ ദൃഷ്ടി ഇന്ന് ജോലി ഭവനത്തിൽ പതിയുന്നു. അത്രയും നേരം ഒരേ ജോലി ചെയ്ത് ക്ഷീണിച്ചിരുന്ന കുംഭം രാശിക്കാർക്ക് ഒരു പുതിയ ഉത്തരവ് വരുന്നു. ഒരു പുതിയ ഉത്തരവാദിത്തം ലഭിക്കുന്നു. ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കാൻ സാധ്യത ഉണ്ട്. ഇത് ഒരു സ്വപ്നമാണോ? അല്ല, ഇത് ഗ്രഹഗണിതമാണ്. ഇത് ജ്യോതിഷ സത്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു നേരത്ത് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. കുംഭം രാശിക്കാർ ആശയങ്ങളുടെ രാജാക്കന്മാരാണ്. ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, നൂതന ചിന്ത, ഇതൊക്കെ കുംഭം രാശിക്കാരുടെ രക്തത്തിൽ ഉള്ളതാണ്. ഇന്ന് ഗ്രഹബലം ആ ഊർജത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ഇന്ന് ഒരു ആശയം, ഇന്ന് ഒരു ആരംഭം, ഇന്ന് ഒരു ചുവടുവെക്കൽ. ഇത് ഒരു ദൈവദത്ത അവസരമാണ്. ഈ അടുത്ത 15 നാളുകളിൽ ഒരു ബിസിനസ് ആശയം, ഒരു പ്രോജക്റ്റ് ആശയം, ഒരു ക്രിയേറ്റീവ് ആശയം,
ഇതൊക്കെ ഫലം ചെയ്യും. ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിന് കാരണം ആകും. ബിസിനസ് ചെയ്യുന്ന കുംഭം രാശിക്കാർ, ഇന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇത്രനാൾ നിങ്ങൾ ഒരു ബിസിനസ് ഘടകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു കൂട്ടുകെട്ട്, ഒരു ഒത്തുതീർപ്പ്, ഒരു ഇടപാട്. ഇതൊക്കെ നടക്കുമോ ഇല്ലേ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഇനി ആ ആശങ്ക വേണ്ട. ഗ്രഹബലം ഇന്ന് ബിസിനസ് ഭവനത്തെ ശക്തിപ്പെടുത്തുന്നു. ഒരു പുതിയ ഭാഗ്യം, ഒരു പുതിയ ബന്ധം, ഒരു പുതിയ ആദായം. ഇതൊക്കെ ഈ 15 നാളുകൾക്കുള്ളിൽ നിങ്ങളെ തേടിവരും. ഒരു കൂട്ടുകാരൻ, ഒരു പഴയ ബന്ധം, ഒരു പ്രതീക്ഷിക്കാത്ത മനുഷ്യൻ. ഇവർ ഒരു ബിസിനസ് ദ്വാരം തുറന്നു തരും. ആ ദ്വാരം ഇനി ആരും അടക്കില്ല. പണം, ധനം. ഈ വിഷയം ഏറ്റവും ഹൃദയം തൊടുന്നതാണ്. ഒരു ഫോൺ കോൾ, ഒരു ഇമെയിൽ, ഒരു ഓഫ്. ഇതൊക്കെ ഏതൊരു ദിനവും ആകാം. ഒരു കടം, ഒരു ബാധ്യത, ഒരു ഒടുങ്ങാത്ത ബോജം. ഇതൊക്കെ ഇനി ഒരു ഹ്രസ്വകാലം മാത്രമേ ഉള്ളൂ. ഈ 15 നാളുകൾക്കുള്ളിൽ ധനഭവനത്തിൽ ഗ്രഹദൃഷ്ടി പതിയുന്നു. ഒരു ദ്വാദശഫലം, ഒരു ബഹുലം, ഒരു ലാഭം. ഇതൊക്കെ ഒരേ സമയത്ത് ഒന്നിച്ചു വരാം. ഒരുപക്ഷേ ഇന്ന് ഒരു ഫോൺ വരും. ഒരുപക്ഷേ ഒരു ഓഫർ വരും. ഒരുപക്ഷേ ഒരു ലോണിന് അംഗീകാരം കിട്ടും. ഒരുപക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലാഭം ഇറങ്ങും. ഈ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പ്: ധനം ഇനി ഒഴുകി വരും. ഹൃദയത്തിൽ ഒന്ന് നന്ദി പറഞ്ഞോളൂ. സ്നേഹം, ബന്ധം. ഈ വിഷയം ഒരു ആഴ്ക്കടൽ പോലെയാണ്. കുംഭം രാശിക്കാർ ഉള്ളിൽ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ആ സ്നേഹം പലപ്പോഴും ആരും മനസ്സിലാക്കില്ല. ആ ഹൃദയം ആരും കാണില്ല. ആ ത്യാഗം ആരും തിരിച്ചറിയില്ല. ഇനി ആ കാലം മാറുകയാണ്. ഈ 15 നാളുകൾക്കുള്ളിൽ ഒരു ബന്ധം ആഴത്തിൽ ഊഷ്മളമാകും. ഒരു സ്നേഹം ഉണർന്നു ജ്വലിക്കും. ഒരു ഹൃദയം നിങ്ങളെ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കും. ഒരു കൂട്ടുകെട്ട് ഒരു ആത്മബന്ധം ആകും. ഇളകിയ ബന്ധങ്ങൾ ഉറക്കും. ഉടഞ്ഞ ഹൃദയങ്ങൾ ഒന്നിക്കും. ഒരു ചെറിയ ദൈവ ഇടപെടൽ, ഒരു ചെറിയ ഗ്രഹഭ്രമണം. ഇതൊക്കെ ചേർന്ന് ഒരു ബന്ധ ഊഷ്മളം ഉണ്ടാക്കും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു ദീർഘനിശ്വാസം ഊതൂ. കാരണം ഒരു ഭാരം ഇനി ഇറങ്ങിപ്പോകും. വിദ്യാർത്ഥികൾ, ഈ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പ്: കുംഭം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു സുവർണ സമയമാണ്. പഠനത്തിൽ ഒരു പുതിയ ആഭിമുഖ്യം ഉണ്ടാകും. ഒരു ക്ലാസ് ടോപ്പർ ആകാൻ, ഒരു മത്സര പരീക്ഷ ജയിക്കാൻ, ഒരു ഉന്നത തസ്തിക നേടാൻ. ഈ ഒരു ഘട്ടം ഏറ്റവും അനുകൂലമാണ്. ഗ്രഹദൃഷ്ടി ഇന്ന് വിദ്യാഭവനത്തിൽ, ബുദ്ധിഭവനത്തിൽ ഒരു അദ്ഭുത ജ്ഞാനദീപം കൊളുത്തുന്നു. ആ ദീപം ഒരിക്കൽ കൊളുത്തിയാൽ അത് ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേറിട്ടു നിർത്തും. ഒരു ആദ്യ റാങ്ക്, ഒരു പ്രത്യേക അംഗീകാരം, ഒരു ഉന്നത തസ്തിക. ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാണ്. ഇനി ഞാൻ ഒരു ഗൗരവ കാര്യം പറയട്ടെ: ആരോഗ്യം. ഇത് ഒരു ഗൗരവ വിഷയമാണ്. കുംഭം രാശിക്കാർ ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ഗ്രഹചലനം ഒരു ചെറിയ ആരോഗ്യ തടസ്സം ഉണ്ടാക്കാം. ക്ഷീണം, ഉറക്കക്കുറവ്, ദഹനശക്തി കുറവ്. ഇതൊക്കെ ഒരു സൂചന ആണ്. ഒരു ഡോക്ടറെ കണ്ടോളൂ. ഒരു ഡയറ്റ് ശ്രദ്ധിക്കൂ. ഒരു ക്രമമായ ഉറക്കം ഉറപ്പുവരുത്തൂ. ഇത് ഒരു ഭയത്തോടെ പറയുന്നതല്ല. ഒരു കരുതലോടെ, ഒരു സ്നേഹത്തോടെ, ഒരു ജ്യോതിഷ ഉത്തരവാദിത്തത്തോടെ പറയുന്നതാണ്. ഒരു ചെറിയ ശ്രദ്ധ, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ ആരോഗ്യ ശ്രദ്ധ. ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഒരു ദൈവ ഇഷ്ടമാണ്. ഇനി ആ 3 വലിയ ഘട്ടങ്ങളിലേക്ക് വരാം. ഈ 15 നാളുകൾക്കുള്ളിൽ 3 കാര്യങ്ങൾ, 3 ഘട്ടങ്ങൾ. ഇവ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാക്കും. ഇവ ഒന്നൊന്നായി ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ശ്വസിച്ച് ഒരിക്കൽ കൂടി ഉള്ളിലേക്ക് കേൾക്കൂ. ആദ്യ ഘട്ടം, മുതൽ ഘട്ടം. അടുത്ത 7 നാട്ടിൽ ഒരു ദ്വാരം തുറക്കും. ഒരു ദ്വാരം, ഒരു പ്രതീക്ഷ, ഒരു ഭാഗ്യദ്വാരം. ഇത് ജോലിയുടെ കാര്യത്തിൽ ആകാം. ഇത് ബിസിനസിന്റെ കാര്യത്തിൽ ആകാം. ഇത് ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ആകാം. ഒരു ഫോൺ, ഒരു സന്ദേശം, ഒരു ഇമെയിൽ, ഒരു കൂടിക്കാഴ്ച. ഇതൊക്കെ ഈ 7 നാളുകൾക്കുള്ളിൽ ഒരു ജ്വാലയായി ഉണർന്നു വരും. ഈ ദ്വാരം ഒരിക്കൽ കണ്ടാൽ, ഒരിക്കൽ ആ ചുവട് വെച്ചാൽ, ജീവിതം ഒരു വലിയ ഉൽക്ഷേപണം ആകും. ഈ ഒരു ഘട്ടം ഒരു ദൈവദത്ത അവസരമാണ്. ഇത് പാഴാക്കരുത്. രണ്ടാം ഘട്ടം. ഈ ഒരു ഘട്ടം ഏറ്റവും ശക്തമായതാണ്. അടുത്തുവരും 7 നാട്ടിൽ ഒരു ആകസ്മിക സംഭവം ഉണ്ടാകും. ഇത് ഒരു അദ്ഭുതമാണ്. ഇത് ഒരു ദൈവ ഇടപെടലാണ്. ഒരുപക്ഷേ ഒരു പഴയ ബന്ധം തിരിച്ചുവരും. ഒരുപക്ഷേ ഒരു പഴയ ആഗ്രഹം ഫലിക്കും. ഒരുപക്ഷേ ഒരു പ്രതീക്ഷ ഒരിക്കൽ കൂടി ഉണർന്നു ജ്വലിക്കും. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പ്: ആ ആകസ്മിക സംഭവം ഒരു സന്തോഷം ആകും, ഒരു ആശ്വാസം ആകും, ഒരു ഉണർവ് ആകും. ഇത് ഒരു ഓർമ്മ ആകും. ഒരു ദൈവ ഓർമ്മ, ഒരു ഗ്രഹ ഓർമ്മ.
ഈ ഭൂമിയിൽ ഒരു ആത്മാവ് ഒരു ലക്ഷ്യത്തോടെ ജനിക്കും. ആ ലക്ഷ്യം ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു തുടിപ്പ് ആകും. ആ തുടിപ്പ് ഒരു ദ്വാരം ആകും. ആ ദ്വാരം ഒരു ജീവിതം ആകും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ഉള്ളിൽ ചിരിക്കൂ. കാരണം ആ ചിരി ഒരു ആശ്വാസ ചിരിയാകും. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ സാമൂഹിക ഊർജം ഒരു ജ്വാലയായി ഉണർന്നു വരും. കുംഭം രാശിക്കാർ ഒരു സമൂഹ ജീവിയാണ്. ഇവർ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർ ആൾക്കൂട്ടത്തിൽ ഒരു ചൈതന്യമാണ്, ഒരു ആവേശമാണ്. ഒരു ആൾ ഇറങ്ങിയാൽ ആ ആൾ ഇറങ്ങിയ ഇടം ഒരു ജ്വലനം ആകും. ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ ഒരു പുതിയ സമൂഹ ബന്ധം ഉണ്ടാകും. ഒരു പുതിയ കൂട്ടം ആളുകൾ നിങ്ങളെ തേടിവരും. ഒരു സംഘം, ഒരു ടീം, ഒരു കൂട്ടായ്മ. ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. ആ കൂട്ടായ്മ ഒരു ശക്തിയാകും. ആ ടീം ഒരു ഭദ്രത ആകും. ആ ബന്ധം ഒരു ജീവ ഊർജമാകും. ഇത് ഒരു ദൈവ ഇഷ്ടമാണ്, ഒരു ഗ്രഹ ആസ്വാദമാണ്. ഇത് സ്വീകരിക്കൂ, ഇതിനെ ആഘോഷിക്കൂ. ഇനി മൂന്നാം ഘട്ടം. ഈ ഒരു ഘട്ടം ഏറ്റവും ഗഹനമായതാണ്, ഏറ്റവും ആഴമേറിയതാണ്, ഏറ്റവും ആത്മബന്ധമുള്ളതാണ്. അടുത്ത 7 നാട്ടിനും 15 നാട്ടിനും ഇടയിൽ ഒരു ആന്തരിക ഉണർവ് ഉണ്ടാകും. ഒരു ഉള്ളു ഉണർവ്, ഒരു ആത്മ ഉണർവ്. ഒരുപക്ഷേ ഒരു ദേവാലയത്തിൽ ഒരു കരച്ചിൽ വരും. ഒരുപക്ഷേ ഒരു ഏകാന്ത നിമിഷത്തിൽ ഒരു ഉള്ളൊഴുക്ക് ഉണ്ടാകും. ഒരുപക്ഷേ ഒരു സ്വപ്നം, ഒരു ദർശനം, ഒരു ദൈവദർശനം, ഒരു ദൈവശബ്ദം. ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകാം. ഇത് ഭയക്കേണ്ടതില്ല. ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇത് ആകാശം നിങ്ങളെ തൊടുകയാണ്. ഇത് ഒരു ദൈവദൂതൻ നിങ്ങൾക്ക് ഒരു വഴി കാണിക്കുകയാണ്. ഈ ഒരു ഘട്ടം, ഈ ഒരു ആന്തരിക ഉണർവ്, ഇത് ഒരു ജീവ ഊർജം ആകും. ഇത് ഒരു ദൈവ ആസ്വാദം ആകും. ഇനി ഒരു കാര്യം ഗൗരവത്തോടെ ഞാൻ ഒരു ജ്യോതിഷ ഉത്തരവാദിത്തത്തോടെ പറയണം. ഈ 15 നാളുകളിൽ ചില മറഞ്ഞ ഭീഷണികളും ഉണ്ട്. ഇത് ഒരു ഭയം ഉണ്ടാക്കാൻ പറയുന്നതല്ല, ഒരു കരുതലാണ്, ഒരു ജ്ഞാനമാണ്. ഈ ഒരു ഘട്ടത്തിൽ ചില ആളുകൾ, ചില ബന്ധങ്ങൾ, ചില സഹപ്രവർത്തകർ, ഇവർ ഒരു ദ്വൈഭാവം കാണിക്കും, ഒരു ദ്വന്ദ്വമുഖം കാണിക്കും. ഉള്ളിൽ ഒരു ഉദ്ദേശ്യം, പുറത്ത് ഒരു ചിരി. ഈ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ഓർക്കൂ. ആർക്കും ഒരു ആഴം ഉള്ള രഹസ്യം പങ്കുവെക്കരുത്. ഒരു ധനകാര്യം, ഒരു ബിസിനസ് ആശയം, ഒരു ജോലി ആസ്വാദം, ഇതൊക്കെ ഒരു ഗഹ്വരത്തിൽ സൂക്ഷിക്കൂ. ഒരു കരുതൽ ഒരു ജ്ഞാനമാണ്. ഒരു ജ്ഞാനം ഒരു ഭദ്രത ആണ്. ഈ ഒരു ഭദ്രത ഇന്ന് ഏറ്റവും ആവശ്യമാണ്. ഇനി ഒരു ഒന്നൊന്നര ഭയഭക്തി ഊർജം ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് ഉറക്കെ പറയട്ടെ. 150 ആണ്ടുകൾക്ക് ശേഷം ഒരു ആകാശഗ്രഹചലനം ഉണ്ടാകുകയാണ്. ഈ ഒരു ഗ്രഹചലനം, ഈ ഒരു ഗ്രഹ ഉദ്യോഗം, ഈ ഒരു ഗ്രഹജ്വലനം കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കും. ഒരു നല്ല ഭൂകമ്പം, ഒരു ആനന്ദ ഭൂകമ്പം, ഒരു ഭാഗ്യ ഭൂകമ്പം. ഇത്രനാൾ ഒരു ജീവിതം ഒരു ഭാരമാണ് എന്ന് തോന്നിയ ആൾ ഇനി ഒരു ജീവിതം ഒരു ആഘോഷമാണ് എന്ന് അനുഭവിക്കും. ഇത്രനാൾ ഒരു ലക്ഷ്യം ഒരു കനവ് ആണ് എന്ന് ഭയന്ന ആൾ ഇനി ആ ലക്ഷ്യം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കാണും. ഇത് 100% നടക്കാൻ പോകുന്ന ഒരു അദ്ഭുതമാണ്. ഈ ഒരു ഗ്രഹ ഊർജം, ഈ ഒരു ഗ്രഹ ആസ്വാദം, ഇത് ഒരു ആണ്ട് ഒരിക്കൽ ഒരു ആൾക്ക് കിട്ടണം. ഇന്ന് ആ ആൾ നിങ്ങൾ ആണ്. ഈ ഒരു ഗ്രഹ ആസ്വാദം നിങ്ങളുടേതാണ്. ഇനി ഒരു വിദേശ ഊർജ കാര്യം. കുംഭം രാശിക്കാർ ഒരു ദൂരദ്രഷ്ടാക്കളാണ്. ഇവർ ഒരു ഭൂപ്രദേശത്ത് ഒതുങ്ങിയിരിക്കുന്നവരല്ല. ഇവർ ഒരു ലോകം ആകെ ഒരു ഭൂപടം ആക്കി ജ്വലിക്കുന്നവരാണ്. ഈ 15 നാളുകൾക്കുള്ളിൽ ഒരു വിദേശ ഭൂമി, ഒരു വിദേശദ്വാരം, ഒരു വിദേശ ഭാഗ്യം, ഇതൊക്കെ ഒരു ദ്വാരം ഒന്ന് തുറക്കും. ഒരുപക്ഷേ ഒരു വിസ്, ഒരുപക്ഷേ ഒരു ജോലി ഓഫ്, ഒരുപക്ഷേ ഒരു ഉന്നത വിദ്യ ഒരു ദ്വാരം. ഇതൊക്കെ ഒരു ഗ്രഹ ഊർജദ്വാരം ആകും. ഈ ഒരു ദ്വാരം ഒരിക്കൽ കണ്ടാൽ, ഒരിക്കൽ ആ ചുവട് വെച്ചാൽ, ഒരു ദൂരദേശം ഒരു ഭൂമിയാകും. ഒരു ഭൂമി ഒരു ഭദ്രത ആകും. ഒരു ഭദ്രത ഒരു ജീവ ഊർജം ആകും. ഈ ഒരു ഗ്രഹ ഊർജം, ഈ ഒരു ദ്വാരം, ഇത് ഒരു ദൈവദത്ത ഭദ്രത ആണ്. ഇനി ഒരു ആത്മ ഊർജ കാര്യം, ഒരു ആത്മജ്ഞാനം, ഒരു ആത്മഭദ്രത. ഈ 15 നാളുകൾ ആത്മ ഊർജ കാര്യത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഒരു ദേവാലയ ദർശനം ഒരു ശക്തിയാകും. ഒരു ഗുരു ദർശനം ഒരു ഊർജം ആകും. ഒരു ജ്ഞാനഗ്രന്ഥ പഠനം ഒരു ജ്വലനം ആകും. ഈ ഒരു ആത്മ ഉണർവ്, ഈ ഒരു ആത്മ ഊർജം, ഇത് കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ഉൽക്ഷേപണം ആകും. ഒരു ഉൽക്ഷേപണം ഒരു ജ്വലനം ആകും. ഒരു ജ്വലനം ഒരു ഭൂകമ്പം ആകും. ഈ ഒരു ഭൂകമ്പം ഒരു ഭദ്രത ആകും. ഇന്ന് ഒരു ദേവാലയം പോകൂ. ഒരു ദൈവനാമം ജപിക്കൂ. ഒരു ദൈവഭജനം ആലപിക്കൂ. ഒരു ദൈവദർശനം തേടൂ. ഈ ഒരു ദൈവ ഊർജം, ഈ ഒരു ദൈവ ആസ്വാദം, ഇത് ഒരു ജ്ഞാനമാണ്. ഇനി ഒരു ഉപായം, ഒരു ജ്യോതിഷ ഉപദേശം, ഒരു ജ്ഞാന ഊർജ ഉപദേശം. ഈ 15 നാളുകൾ ഒരു ശ്രദ്ധ ഉള്ള നടത്തം ആകണം.
ഒരു ദൈവ ഊർജ്ജ ഉണർവ് ആകണം. ഇനി ഞാൻ ഒരു ഉപദേശം പറയട്ടെ. ശനി ഭഗവാനെ ഒരു ദിവസം ഒരിക്കൽ ഒരു ഗണദർശനം ചെയ്യൂ. ഒരു ദൈവഭജനം ആലപിക്കൂ. ഒരു ദൈവദർശനം ഒരു ഒഴുക്ക് ആകണം. ഒരു ഗ്രഹദോഷ ഭ്രമണം ഒരു ഭദ്രത ആകണം. ഒരു ഭദ്രത ഒരു ഊർജം ആകണം. ഒരു ഊർജം ഒരു ഭൂകമ്പം ആകണം. ഒരു ഭൂകമ്പം ഒരു ഉൽക്ഷേപണം ആകണം. ഒരു നീലദീപം, ഒരു ശനി ദേവഭജനം, ഒരു ഗ്രഹദോഷ ഉപദേശം. ഇതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഒരു ദൈവദത്ത ഭദ്രത ആകും. ഒരു കൂടി ഉപദേശം. ഈ ഒരു ഘട്ടത്തിൽ ഗുരുവായൂർ അമ്പലം, ശ്രീകൃഷ്ണ ദർശനം, ഒരു ദൈവനാമജപം. ഇതൊക്കെ ഒരു ദൈവദൂത ഊർജം ആകും. ഒരു ഊർജം ഒരു ഭദ്രത ആകും. ഒരു ഭദ്രത ഒരു ജ്വലനം ആകും. ഈ 15 നാളുകൾ ഒരു ദൈവ ഊർജ ഒഴുക്ക് ആകും. ഒരുപക്ഷേ ഒരു ദൈവദർശനത്തിൽ ഒരു ദൈവജ്ഞാനം ഒഴുകിവരും. ഒരു ദൈവജ്ഞാനം ഒരു ഭൂകമ്പം ആകും. ഒരു ഭൂകമ്പം ഒരു ഉൽക്ഷേപണം ആകും. ഒരു ഉൽക്ഷേപണം ഒരു ദൈവദത്ത ജ്ഞാനം ആകും. ഇനി ഒരു കുടുംബ ഊർജ കാര്യം, ഒരു ഭദ്ര ഊർജ ആസ്വാദം. ഈ 15 നാളുകൾ കുടുംബ ഊർജ കാര്യത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഒരു കുടുംബ ഒരു കുടുംബ ഭദ്രത, ഒരു കുടുംബ ആനന്ദം. ഇതൊക്കെ ഒരു ദ്വാരം ഒന്ന് തുറക്കും. ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു ഉമ്മ, ഒരു അശ്വൻ, ഒരു കൊച്ചുഭൂമി. ഇവരൊക്കെ ഒരു ഊർജ ഒഴുക്ക് ആകും. ഒരു ഊർജ ഒഴുക്ക് ഒരു ആനന്ദം ആകും. ഒരു ആനന്ദം ഒരു ഭദ്രത ആകും. ഒരു ഭദ്രത ഒരു ഉൽക്ഷേപണം ആകും. ഈ ഒരു കുടുംബ ഊർജ ആസ്വാദം, ഇത് ഒരു ദൈവദത്ത ഭദ്രത ആണ്. ഒരു ദൈവ ഇഷ്ടമാണ്. ഒരു ഗ്രഹ ആസ്വാദമാണ്. ഒരു വിവാഹ ഊർജ കാര്യം, ഒരു ആത്മബന്ധ ആസ്വാദം. ഈ 15 നാളുകൾ വിവാഹ ഊർജ കാര്യത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഒരു വിവാഹ ഒരുക്കം, ഒരു ആത്മബന്ധദ്വാരം, ഒരു പ്രണയ ഊർജ ഒഴുക്ക്. ഇതൊക്കെ ഒരു ദ്വാരം ഒന്ന് തുറക്കും. ഒരുപക്ഷേ ഒരു വിവാഹ ആലോചന, ഒരുപക്ഷേ ഒരു പ്രണയ ഒരുക്കം, ഒരുപക്ഷേ ഒരു ആത്മബന്ധ ഒരുക്കം. ഇതൊക്കെ ഒരു ദ്വാരം ഒന്ന് തുറക്കും. ഒരു ദ്വാരം ഒരിക്കൽ തുറന്നാൽ, ഒരിക്കൽ ആ ചുവട് വെച്ചാൽ, ഒരു ആത്മബന്ധം ഒരു ഭദ്രത ആകും. ഒരു ഭദ്രത ഒരു ആനന്ദം ആകും. ഒരു ആനന്ദം ഒരു ജ്വലനം ആകും. ഇനി ഒരു ഒടുക്ക കാര്യം, ഒരു ദൈവ ആസ്വാദ കാര്യം, ഒരു ഗ്രഹ ഊർജ ആസ്വാദ കാര്യം. ഈ 15 നാളുകൾ ഒരു ദൈവ ഊർജ ഒഴുക്ക് ആകും. ഒരു ദൈവ ഊർജ ഒഴുക്ക് ഒരു ഭൂകമ്പം ആകും. ഒരു ഭൂകമ്പം ഒരു ഉൽക്ഷേപണം ആകും. ഒരു ഉൽക്ഷേപണം ഒരു ദൈവദത്ത ജ്ഞാനം ആകും. ഒരു ദൈവദത്ത ജ്ഞാനം ഒരു ഭദ്രത ആകും. ഒരു ഭദ്രത ഒരു ആനന്ദം ആകും. ഒരു ആനന്ദം ഒരു ജ്വലനം ആകും. ഒരു ജ്വലനം ഒരു ആഘോഷമാകും. ഈ ഒരു ആഘോഷം, ഈ ഒരു ആനന്ദം, ഇത് ഒരു ദൈവദൂത ഊർജമാണ്. ഇത് ഒരു ഗ്രഹദൂത ഊർജമാണ്. ഇത് ഒരു ദൈവ ഇഷ്ടമാണ്. ഒരു ദൈവ ആസ്വാദമാണ്. കുംഭം രാശിക്കാരെ, ഈ 15 നാളുകൾ ഒരു ദൈവദത്ത ഉത്സവമാണ്. ഒരു ദൈവദത്ത ഉൽക്ഷേപണമാണ്. ഒരു ദൈവദത്ത ഭൂകമ്പമാണ്. ഒരു ദൈവദത്ത ഊർജമാണ്. ഒരു ദൈവദത്ത ആനന്ദമാണ്. ഒരു ദൈവദത്ത ജ്ഞാനമാണ്. ഒരു ദൈവദത്ത ഭദ്രതാണ്. ഒരു ദൈവദത്ത ജ്വലനമാണ്. ഒരു ദൈവദത്ത ആഘോഷമാണ്. ഒരു ദൈവദത്ത ഉദ്ഘോഷമാണ്. ഒരു ദൈവദത്ത ഭൂകമ്പമാണ്. ഒരു ദൈവദത്ത ഉൽക്ഷേപണമാണ്. ഒരു ദൈവദത്ത ജ്ഞാനമാണ്. ഒരു ദൈവദത്ത ഭദ്രതാണ്. ഒരു ദൈവദത്ത ആനന്ദം ആണ്. ഈ ആനന്ദം ഒരു ദൈവദൂത ഊർജമാണ്. ഒരു ദൈവദൂത ആസ്വാദമാണ്. ഒരു ദൈവദൂത ഭദ്രതാണ്. ഒരു ദൈവദൂത ഉൽക്ഷേപണമാണ്. ഒരു ദൈവദൂത ഉദ്ഘോഷമാണ്. ഒരു ദൈവ ആസ്വാദ ഊർജ ഹൃദയ ആസ്വാദ ഒഴുക്ക് ആകും. ഈ ഒഴുക്ക് ഒരു ഭൂകമ്പം ആകും. ഒരു ഭൂകമ്പം ഒരു ഉൽക്ഷേപണം ആകും. ഒരു ഉൽക്ഷേപണം ഒരു ദൈവദത്ത ജ്ഞാനം ആകും. ഈ ജ്ഞാനം ഒരു ഭദ്രത ആകും. ഒരു ഭദ്രത ഒരു ആനന്ദം ആകും. ഒരു ആനന്ദം ഒരു ജ്വലനം ആകും. ഒരു ജ്വലനം ഒരു ആഘോഷമാകും. ഒരു ആഘോഷം ഒരു ഉദ്ഘോഷമാകും. ഒരു ഉദ്ഘോഷം ഒരു ദൈവദൂത ഊർജമാകും. കുംഭം രാശിക്കാരെ, ഈ ദൈവ ഊർജ ഒഴുക്ക് ഒരു ജ്ഞാനമാണ്. ഒരു ഭദ്രത ആണ്. ഒരു ആനന്ദമാണ്. ഒരു ജ്വലനമാണ്. ഒരു ആഘോഷമാണ്. ഒരു ഉദ്ഘോഷമാണ്. ഒരു ഉൽക്ഷേപണമാണ്. ഒരു ഭൂകമ്പമാണ്. ഒരു ദൈവദൂത ഊർജമാണ്. ഒരു ദൈവദൂത ആസ്വാദമാണ്. ഒരു ദൈവദൂത ഭദ്രതാണ്. ഒരു ദൈവദൂത ആനന്ദമാണ്. ഒരു ദൈവദൂത ജ്ഞാനമാണ്. ഒരു ദൈവദൂത ജ്വലനമാണ്. ഒരു ദൈവദൂത ആഘോഷമാണ്. ഒരു ദൈവദൂത ഉദ്ഘോഷമാണ്. ഒരു ദൈവദൂത ഉൽക്ഷേപണമാണ്. ഒരു ദൈവദൂത ഭൂകമ്പമാണ്. ഒരു ദൈവദൂത ഊർജ ഭദ്രതാണ്. ഒരു ദൈവദൂത ഊർജ ആനന്ദമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഒരു ദൈവ ഊർജ ഒഴുക്ക് ഉണ്ടാകും. ആ ദൈവ ഊർജ ഒഴുക്ക് ഒരു ഭൂകമ്പം ആകും. ഒരു ഭൂകമ്പം ഒരു ഉൽക്ഷേപണം ആകും. ഒരു ഉൽക്ഷേപണം ഒരു ദൈവദത്ത ജ്ഞാനം ആകും. ഈ ജ്ഞാനം ഒരു ഭദ്രത ആകും. ഒരു ഭദ്രത ഒരു ആനന്ദം ആകും. ഒരു ആനന്ദം ഒരു ജ്വലനം ആകും. ഒരു ജ്വലനം ഒരു ആഘോഷമാകും. ഒരു ആഘോഷം ഒരു ഉദ്ഘോഷമാകും. ഒരു ഉദ്ഘോഷം ഒരു ദൈവദൂത ഊർജമാകും. ഒരു ദൈവദൂത ഊർജം ഒരു ദൈവദൂത ആസ്വാദം ആകും.
ഒരു ദൈവദൂത ആശ്വാദം, ഒരു ദൈവദൂത ഭദ്രത ആകും. ഒരു ദൈവദൂത ഭദ്രത, ഒരു ദൈവദൂത ആനന്ദം ആകും. ഒരു ദൈവദൂത ആനന്ദം, ഒരു ദൈവദൂത ജ്ഞാനം ആകും. ഒരു ദൈവദൂത ജ്ഞാനം, ഒരു ദൈവദൂത ജ്വലനം ആകും. ഒരു ദൈവദൂത ജ്വലനം, ഒരു ദൈവദൂത ആഘോഷമാകും. ഒരു ദൈവദൂത ആഘോഷം, ഒരു ദൈവദൂത ഉദ്ഘോഷമാകും. ഈ ഉദ്ഘോഷം ഒരു ദൈവദൂത ഉൽക്ഷേപണം ആകും. ഈ ഉൽക്ഷേപണം ഒരു ദൈവദൂത ഭൂകമ്പം ആകും. ഈ ഭൂകമ്പം ഒരു ദൈവദൂത ഊർജ്ജ ഭദ്രത ആകും. ഈ ഭദ്രത ഒരു ദൈവദൂത ഊർജ്ജ ആനന്ദം ആകും. ഒരു ദൈവദൂത ഊർജ്ജ ജ്ഞാനം ആകും. ഒരു ദൈവദൂത ഊർജ്ജ ജ്വലനം ആകും. ഒരു ദൈവദൂത ഊർജ്ജ ആഘോഷമാകും. ഒരു ദൈവദൂത ഊർജ്ജ ഉദ്ഘോഷമാകും.